ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭമുണ്ടായി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്ന ശേഷം ഉണ്ടായ വിലയിരുത്തലുകൾ ഇങ്ങനെയാണ്. ബംഗ്ലാദേശും അമേരിക്കയും ചേർന്നുകൊണ്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റ് അഥവാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പുതിയ ഒരു രാജ്യമാക്കി മാറ്റാനായുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. അമേരിക്കയുടെ കറുത്ത കരങ്ങൾ അതിനു പിന്നിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഷെയ്ഖ് ഹസീന അതിന് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വിമത സർക്കാർ അവിടെ അധികാരത്തിലേറിയത്, അല്ലെങ്കിൽ അമേരിക്ക അധികാരത്തിലേറ്റിയത്. ഷെയ്ഖ് ഹസീന തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് 8 തീവ്രവാദികൾ നോർത്ത് ഈസ്റ്റിലെ സിലിഗുറി കോറിഡോർ അഥവാ ചിക്കൻ നെക്കിനെ ലക്ഷ്യമാക്കി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആഭ്യന്തര കലാപമുണ്ടാക്കി അതൊരു യുദ്ധത്തിലേക്ക് തന്നെ നീട്ടാനുള്ള പരിപാടിയായിരുന്നു എന്നുള്ളതാണ്. അൻസർ അൽ ഇസ്ലാം എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ നിരോധന ഒരു വലിയ തീവ്രവാദ സംഘടനയാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയത്. അതിലെ 8 തീവ്രവാദികളാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. എന്തായിരുന്നാലും ഇവരുടെ ഈ പദ്ധതി വിജയിച്ചില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഇന്റലിജൻസ് വിങ് ഒക്കെ അത്രയ്ക്ക് ശക്തമാണ് എന്നുള്ളത് കൊണ്ടാണ് കയറിയപ്പോൾ തന്നെ ഇവരെ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ സേന അവരുടെ റഡാറിനുള്ളിൽ ആക്കിയിരുന്നു. ഇവർ കയറിയ ഉടനെ തന്നെ ഇവരെ പോലീസ് വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. വെസ്റ്റ് ബംഗാൾ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. 2 ടെററിസ്റ്റുകളുടെ കയ്യിൽ നിന്നും, അതായത് അബ്ബാർ അലി, മിനാറുൽ ഷെയ്ഖ് എന്നിങ്ങനെയുള്ള 2 ടെററിസ്റ്റുകളുടെ കയ്യിൽ നിന്നും 16 GB പെൻഡ്രൈവും അതിനകത്ത് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു പ്രോജക്ട് ഫയൽ അടക്കം കിട്ടിയിട്ടുണ്ട്. ചില മൗലികവാദ ഗ്രന്ഥങ്ങൾ, ജിഹാദി സാഹിത്യങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവരുടെ കയ്യിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. പോരാത്തതിന് വ്യാജ തിരിച്ചറിയൽ കാർഡും ഇവരുടെ കയ്യിൽ നിന്നും ലഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ബംഗാൾ, കേരള, ആസാം പോലീസാണ് സംയുക്തമായിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയത് എന്നും മനസ്സിലാകുന്നു. ADGP സുപ്രീതീം സർക്കാർ അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം പറയുന്നത് പശ്ചിമ ബംഗാളിലെ വടക്ക് കിഴക്കൻ സിലിഗുറി കോറിഡോർ അതിനെ ബന്ധിപ്പിക്കുന്ന ആ സിലിഗുറി കോറിഡോർ, അതായത് നോർത്ത് ഈസ്റ്റിനെ ബന്ധിപ്പിക്കുന്ന ആ സിലിഗുറി കോറിഡോർ ലക്ഷ്യം വെച്ചാണ് ഇവർ വന്നിരിക്കുന്നത്. ഇതിനെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി. സമന്വയിപ്പിച്ച ആക്രമണങ്ങൾ നടത്തി ഈ സിലിഗുറി കോറിഡോറിൽ അസ്ഥിരത സൃഷ്ടിച്ച് ആ ഇടനാഴിയിൽ വലിയ തോതിലുള്ള കലാപം ഉണ്ടാക്കാനായിരുന്നു ഇവരുടെ പദ്ധതി എന്നാണ് പശ്ചിമ ബംഗാൾ പോലീസ് പറയുന്നത്, മുർഷിദാബാദ് പോലീസ് പറയുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായുള്ള ഏക കണക്ടിവിറ്റിയാണ് ഈ സിലിഗുറി കോറിഡോർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ സിലിഗുറി കോറിഡോർ അത് വളരെ വീക്കാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യ മഹാരാജ്യം ഉണ്ടായത് മുതൽ. ഇത് വിപുലീകരിക്കാനുള്ള ശക്തമായിട്ടുള്ളൊരു ഡോക്ട്രിൻ 2026-28 ഒരു രഹസ്യ അജണ്ടയായി നമ്മുടെ രാജ്യം കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാർ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അതിന് ബംഗ്ലാദേശിന്റെ കുറെ സ്ഥലങ്ങൾ നമുക്ക് ആവശ്യമായി വരും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സിലിഗുറി കോറിഡോറിനെ ലക്ഷ്യമാക്കി ഈ തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ നിരോധന സംഘടനയായിട്ടുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പിലെ അവിടെ സ്ഫോടനം നടത്തി കടന്നു കളഞ്ഞ ഒരു വലിയ ഭീകരൻ കാസർഗോഡ് നിന്ന് പിടിയിലായിട്ടുണ്ട്. MP ഷാബ് ഷെയ്ഖ് എന്നാണ് അയാളുടെ പേര്. പടന്നക്കാട്ടെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് NIA സംഘവും അസം പോലീസും നടത്തിയ സംയുക്തമായിട്ടുള്ള ആ ഒരു നീക്കത്തിൽ ഇയാൾ പിടിയിലായിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇയാൾ നുഴഞ്ഞു കയറി കേരളത്തിൽ വന്ന് ഇയാൾ സുഖമായി 4 കൊല്ലം താമസിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അൻസാറുൽ ബംഗ്ല എന്ന് പറയുന്ന സംഘടനയിലെ അംഗമാണ് ഇയാൾ എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ബംഗ്ലാദേശ് നിരന്തരം തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് അയച്ച് പ്രകോപിപ്പിക്കാനുള്ള നീക്കം നടത്തുകയാണ് എന്നുള്ളത് ഈ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.